അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ശ്രുതി ചേച്ചി വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പം ചേച്ചീനെ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അങ്ങനെ മെട്രോ ഒക്കെ പിടിച്ച് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഒരു കണക്കിന്. ഞാനാണെങ്കിൽ ചേച്ചി പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ പോകാണ്ട് മെട്രോൻ്റെ തൊട്ടപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഞാനിങ്ങനെ ക്യാമറ ആയിട്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, അയ്യോ ഈ പണ്ടാരക്കാലം വീണ്ടും ക്യാമറ എടുത്ത് വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഇപ്പം ഇരിക്കണത്. അങ്ങനെ ചേച്ചിക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകും. ഇതാണ് നമ്മുടെ ശ്രുതി ചേച്ചി. ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പാട്ടുകാരിയാണ് ഞങ്ങളുടെ ഫാമിലിയിലത്തെ. പെട്ടി കണ്ടറിയ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക്, എന്താണാവോ എന്തോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ പിടിച്ച് നേരെ ചേച്ചീൻ്റെ അവിടെ എത്തി. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഓർഡർ ചെയ്തിട്ട് നല്ല ഫുഡ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കാണാൻ ചേച്ചിക്ക് ഫ്രൂട്ട്സ് വാങ്ങണമെന്ന്. ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഒരു അമ്മാമ്മേൻ്റെ കടയൊക്കെ, ഒരു അമ്മാമ്മയാണെങ്കിൽ നല്ല പറ്റിക്കണം. ചേച്ചി പാവം തർക്കിക്കാനൊന്നും നിന്നില്ല. അമ്മമ്മ പറഞ്ഞ പൈസ ഒക്കെ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രായമായി പോയി, അല്ലെങ്കിൽ ഞാൻ ശരിയാക്കി തന്നെയാണ്, എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി എന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യണം. അപ്പോൾ ചേച്ചി പറഞ്ഞു, നമുക്ക് പടത്തിന് പോയാലോ. അങ്ങനെ ഒരു ജാതി ജാതകം, ആ പടം നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പടം. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി. കോമഡിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ പടം എങ്ങനെയുണ്ടായിരുന്നു? ക്ലൈമാക്സ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു.